ഷി പി കെ ഗോപൻ, നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുമ്പ് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ IIIC കൊടുത്ത ഇൻവോയ്സ് അനുസരിച്ച് 15 വുഡൻ ടേബിൾ വിത്ത് ഗ്ലാസ് ടോപ്പ് ആയിരുന്നു അവരുടെ ഇൻവോയ്സ് അനുസരിച്ച്. നോക്കൂ, ഈ ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ സംയുക്ത പരിശോധന നടത്തിയപ്പോൾ അത് 4 ഉള്ളൂ. 4+15 അഡീഷണൽ എക്സ്ട്രാ പ്രൊവൈഡഡ് എന്നാണ്. അപ്പോൾ 19 വരും. ഈവൻ അവിടെ മേശ ഇട്ടതിന്റെ കണക്കെങ്കിലും ശരിയാവണ്ടേ? സത്യം ശ്രീ അഭിലാഷേ, ഞാൻ 2017 സ്വർണ്ണക്കൊള്ള എടുത്തിടാൻ പരിശ്രമിച്ചപ്പോൾ അങ്ങ് അതിനെ തടസ്സപ്പെടുത്തി. ശ്രീ രാജു പി നായർ പറഞ്ഞ വിഷയം ഇത് മാത്രം ബന്ധപ്പെടുത്തിയിട്ടാണോ അങ്ങെന്താ ഇടപെടാൻ? അപ്പം നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ച് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥതയായി ഇക്കാര്യത്തിലുള്ളത് മറുപടി പറഞ്ഞു. ഊരാളുങ്കൽ അല്ല പറയട്ടെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് ഒരു ചർച്ച വന്നാൽ എനിക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പുറത്ത് നിന്നുകൊണ്ടുള്ള നോക്കിക്കാണലിന്റെ മാത്രം അനുഭവമുള്ള ഒരാളാണ്. അവർ ചെയ്ത ഒരു വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ അദാനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇടപെടേണ്ടതല്ലേ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് അതൊരു സൊസൈറ്റി അല്ലേ? അത് ഷെയറുകൾ, പലർക്കും ഷെയറുകൾ ഉള്ള ഒരു സൊസൈറ്റി അല്ലേ? അത് സർക്കാരിന്റെ നിബന്ധനകൾക്കനുസരിച്ച് ഇത് ടെൻഡർ ഇല്ലാതെ കൊടുത്തത് കമ്പനി പോലെ സ്വകാര്യ അല്ല. ഞാൻ പറയാൻ സമ്മതിക്കൂ, നിങ്ങൾ ദയവായിട്ട് സമ്മതിക്കൂ. ഈ ചർച്ചകൾ രണ്ടുപേരും നടത്തിയപ്പോഴും അങ്ങേക്ക് ഇടപെടേണ്ട പ്രശ്നമില്ല. ദേവസ്വം ബോർഡ് ഞാൻ പറയാൻ സമ്മതിക്കുന്നെങ്കിൽ അനുവദിക്കില്ലെങ്കിൽ ഏത് ഉത്തരവ് പ്രകാരമാണ്? ശരി, ഓക്കെ. അല്ല, ഇനി ശ്രീ ഗോപന്റെ അവസരം. അവിടെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി താങ്കൾക്ക് മറുപടി പറഞ്ഞു പോവാം. ശ്രീ ഗോപൻ, ദേവസ്വം ബോർഡിന് അങ്ങനെ ഇത്തരത്തിൽ ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ അവകാശമുണ്ടോ? എനിക്ക് ഉന്നയിച്ച പ്രശ്നം പറയണം. ഞാൻ ഇവരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇടപെടാറില്ല. ഞാൻ എന്നോടൊരു ചോദ്യം ചോദിച്ച ആ ചോദ്യത്തെക്കാൾ ചെറിയ ഉത്തരവാണ് ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് ഇടപെടാൻ പോയില്ല. ഞാനത് വിശീകരണം കൊടുക്കാനും പോയില്ല. ഒരു ചോദ്യം ചോദിച്ചു, അതിന് കൃത്യമായ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു. അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവിടെ കോൺഗ്രസ് പ്രതിനിധി അദാനിയുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അദാനിയായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾക്കാണ്. വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് കൊടുത്തത് ഉമ്മൻചാണ്ടി സാറാണ്. ആ കരാറിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് തുടർന്നത്. ഇപ്പം നിങ്ങളുടെ സഖ്യകക്ഷികളാണ് അദാനി അംബാനിയൊക്കെ. കോൺഗ്രസിന്റെ സഖ്യകക്ഷി അംബാനി, BJPയുടെ സഖ്യകക്ഷി അദാനി. അതിനെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു പച്ച കള്ള വിടുന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അതെന്താണ് പറഞ്ഞത്? ദേവസ്വം ബോർഡിന്റെ ടെൻഡറിന്റെ കാര്യത്തെ സംബന്ധിച്ചാണ്. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മാസപ്പടി ഇവിടെ പറയുന്നു. ഒരു മാസപ്പടിയായിട്ട് മാത്യു കുഴനാടൻ കോടതി പോയല്ലോ, എടുത്ത് ദൂരെ കളഞ്ഞില്ലേ അവര്? സ്വന്തം പാർട്ടിയുടെ അനുഭവം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. മാസപ്പടി പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഇത്. ഈ 10 വർഷത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരായിട്ട് അസംബ്ലി ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചോ? എന്തുകൊണ്ടാണ് പറ്റാത്തേ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കുന്നെങ്കിൽ അത് CSR ഫണ്ടാണ് കൊടുക്കുന്നത്. അവർക്ക് ഇത്ര ശതമാനം തുക മറ്റു പൊതുകാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും. അല്ലാതെ മാസപ്പടി കൊടുക്കാൻ സൊസൈറ്റിക്ക് അനുവാദമില്ല. അതിന് ഓഡിറ്റുള്ളതാ. ശരി, അഭിലാഷെങ്കിലും ഇടപെട്ട് ചോദിക്കേണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു സൊസൈറ്റി മാസപ്പടി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാചകങ്ങൾ ഇരുന്നുകൊണ്ട് പറയരുത് നമ്മുടെ ഫ്ലോറിനകത്തിരുന്നുകൊണ്ട്. ഇനി ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പറഞ്ഞത് 685 പേര് പങ്കെടുത്തു എന്നാണ്. ശ്രീ അയ്യപ്പദാസെ, നിങ്ങൾക്ക് ചോദിച്ചുകൂടെ ഇത് വിവരാവകാശം അനുസരിച്ച് കൊടുത്താട്ടെ? വിവരാവകാശം അനുസരിച്ച് ചോദിച്ചാട്ടെ. 4126 പേരാ. അവരവിടെ വന്നവരവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്, അവിടെ മിനിറ്റ്സ് ഉണ്ട്. പ്രത്യേക കൗണ്ടർ ഉണ്ടായിരുന്നു രജിസ്ട്രേഷന് ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്നത്. ഇവരുടെ ഈ 685 കണക്കെന്തുവാ? 4126 പേർ പങ്കെടുത്തു എന്നുള്ളത് ശ്രീ രാജുവിന് അവിടെ വിവരാവകാശം അനുസരിച്ച് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് ഈ കൊള്ള മൊത്തം പുറത്തു വന്നത്. അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ദ്വാരപാലക ശില്പത്തിന്റെ കഥ എടുത്തിട്ടത്. അവസാനം അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തത്. ഇപ്പോ ഈ കഥകൾ 2019 25 പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന അതിന്റെ 10 ഇരട്ടി കണക്കുമായിട്ടാണ് 2017 കൊടിമര മാറ്റവും വാജിവാഹനവും സ്വർണത്തിന്റെ ആലുവകളുടെ ഒക്കെ കണക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കൂടി ഞാൻ ചില ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ എവിടെങ്കിലും ഒരു മരണം നടന്നാൽ അവിടെ ഒരു സമിതി ഉണ്ടാക്കും, പൗരസമിതി, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. ചിലപ്പോൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ആ പൗരസമിതിയുടെ നേതാവ് തന്നെ ആയിരിക്കും കൊലപാതകം നടത്തിയത്. അതുപോലെയാണ് നമ്മുടെ അജയ് തറയിൽ
അവിടെ നടന്ന ഭീകരമായ കൊള്ളയുടെ പ്രതിയായിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പ്രതിയായിട്ട് അദ്ദേഹം ഉള്ളത്. അതേക്കുറിച്ച് അതിന്റെ ചർച്ച ചെയ്യണമെങ്കിൽ കണക്കുകൾ അതേക്കുറിച്ചും പുറത്ത് ചർച്ച ചെയ്യാം. ദിവസത്തിനകം വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരും. ശരി, അപ്പൊ ഞങ്ങൾ ആ ചർച്ചയിലൂടെ പറയട്ടെ, അല്ല നമുക്കൊരു ഇടവേള എടുക്കേണ്ട സമയം. ഞാൻ അടുത്ത റൗണ്ടിൽ ഇനിയിപ്പോ ഈ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ ആ വിഷയവും ചർച്ച ചെയ്യാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിജിലൻസിന്റെ തന്നെ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ നമ്മുടെ കയ്യിൽ റിപ്പോർട്ടിന്റെ രൂപത്തിലുണ്ടല്ലോ. ചോദിച്ച ചോദ്യത്തിലൂടെ ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരാം. ഇല്ലെങ്കിൽ